ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെയൊക്കെ വീടുകളിലുള്ള ഹാർപ്പിക്ക് ഉപയോഗിച്ച് നമ്മളുടെ വീടുകളിലുള്ള ഇൻഡാലിയം പാത്രങ്ങൾ എങ്ങനെ വൃത്തിയാക്കാമെന്നുള്ള വീഡിയോ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ കോട്ടിങ്ങോട് കൂടിയിട്ടുള്ള പാത്രമായിരുന്നു. അപ്പോൾ അതിൽ നല്ല റിസൾട്ട് എനിക്ക് കിട്ടി. ഇൻഡാലിയത്തിൽ അത്രയും നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു കളർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കണ്ടു നോക്കാം. ഞാനിവിടെ ഹാർപ്പിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഹാർപ്പിക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്ലൗസ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ തുറസായ സ്ഥലത്ത് വെച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ റൂമിൻ്റെ വെളിയിൽ കൊണ്ടുവച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ഹാർപ്പിക്ക് ഉപയോഗിച്ചതിന് ശേഷം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 20 മിനിറ്റോളം ഞാൻ അതങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാനിത് കഴുകാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണ നമ്മളുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചപ്പം എനിക്ക് അത്ര നല്ല രീതിയിൽ ഇളകി പോയില്ല, കിട്ടിയില്ല. അതിനുശേഷം ഞാൻ കുറച്ച് ഇതുപോലത്തെ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചു കേട്ടോ. അതായത് നമ്മുടെ സാൻഡ് പേപ്പർ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചു. അങ്ങനെ നല്ല രീതിയിൽ ഇളക്കി കളയുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ഈ പാത്രം ഉപയോഗിക്കുന്നത് ഹെയർ ഡൈ ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ഹെയർ ഓയിൽ ഉണ്ടാക്കാനൊക്കെയാണ് കേട്ടോ ഞാനിത് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്തും അങ്ങനെ പഴയ ഏതെങ്കിലും പാത്രം ഇരിപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല യൂസ്ഫുള്ളാണ്. നല്ല ആ ഒരു കളറൊക്കെ വ്യത്യാസമൊക്കെ വരും കേട്ടോ. നല്ല രീതിയിൽ കഴുകിയെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ ഞാനിവിടെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഡിഷ് വാഷ് ലിക്വിഡും കൂടി ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഒരു 4 വട്ടമെങ്കിലും നിങ്ങൾ ധാരാളം വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കണം. ഹാർപ്പിക്കാണ്, അതുപോലെ തന്നെ കെമിക്കലൊക്കെ അതിനകത്ത് കാണും. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ കെയർഫുള്ളായിട്ട് വേണം ഈ ഒരു ടിപ്സ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ച് കഴുകാം. ഞാനിവിടെ പ്രില്ലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏത് ഡിഷ് വാഷ് ലിക്വിഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. സോപ്പ് ഓയിൽ നമ്മുടെ കയ്യിലുള്ളത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതുപോലെ നല്ല രീതിയിൽ ആ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇട്ട് നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കുക. കണ്ടോ, അപ്പോഴും കുറച്ച് അഴുക്കുകളൊക്കെ ഇളകി വരുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു 4-5 വട്ടമെങ്കിലും നിങ്ങൾ കഴുകിയെടുക്കണം കേട്ടോ. അതിന് ശേഷം വേണം ഞാൻ പറയുന്ന പോലെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാനിവിടെ നല്ല രീതിയിൽ കഴുകി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വെച്ച് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളവും കൂടി തിളപ്പിച്ച് കഴിഞ്ഞാണ് നമുക്ക് ഈ പാത്രം ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ വെള്ളം ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പ് നല്ല രീതിയിലൊന്ന് തിളച്ച് നമ്മളുടെ പാത്രത്തിലെ വെള്ളവുമായിട്ട് തിളച്ച് നല്ല രീതിയിൽ ആ ഒരു എല്ലാ കെമിക്കലും നല്ല രീതിയിൽ പോകുന്നിടം വരെ നമുക്ക് തിളപ്പിച്ച് കളയണം. അപ്പം നല്ല വൃത്തിയുള്ളൊരു പാത്രമായിട്ട് നമുക്ക് നമ്മുടെ സാധിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിലാണ് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പം മറ്റൊരു നല്ല ടിപ്പുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.